അമ്മയുടെ അമിത സ്നേഹം നമ്മൾ പോലും അറിയാതെ പലരിലും ടോക്സിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ അത്ര രസം തോന്നിയില്ലെങ്കിലും ഇതൊരു സത്യമാണ്. അമ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു മീഡിയേറ്ററാണ്, പ്രൊവൈഡറാണ്, അതുപോലെ നല്ലൊരു കുക്കാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ്. നിങ്ങളുടെ മക്കൾ കഴിച്ച പ്ലേറ്റ് അവരെയും കൊണ്ട് തിരിച്ച് അടുക്കളയിൽ കൊണ്ടുവയ്പ്പിക്കണം. അവരെയും കൊണ്ട് ഫുഡ് എടുത്ത് കഴിപ്പിക്കണം. അവരെ ഡിപ്പെൻഡൻറ്റിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങളൊരു മോശം മാതാവല്ല ആകുന്നത്, അല്ലെങ്കിലാണ് നിങ്ങളൊരു മോശം മാതാവാകുന്നത്. കാരണം കുറച്ചു കാലം കഴിയുമ്പം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുമെന്നുള്ള രീതിയിലാണ്. അത് ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി. ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലൊക്കെ പൈസ ഉള്ളതുകൊണ്ട് പിള്ളേർ എന്താവശ്യപ്പെട്ടാലും അത് ഓൺ ദി സ്പോട്ടിൽ വാങ്ങിച്ചു കൊടുക്കും. കുറേ ടോയ്സ്, കുറേ കാര്യങ്ങൾ. സോ യു ആർ നോട്ട് ഗോയിങ് ടു ബി ഗുഡ് മദർ. പകരം എന്തും വാങ്ങാം, എന്തും വാശി പിടിച്ചാൽ വാങ്ങാം എന്ന അവസ്ഥയിലേക്ക് കുട്ടികളുടെ മനോഭാവത്തെ വളർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോരാതെ തെറ്റുകൾ എല്ലാവർക്കും പറ്റും. എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, തെറ്റ് പറ്റില്ല എന്നല്ല. തെറ്റ് പറ്റും, നമുക്ക് പറ്റാറില്ലേ? കുട്ടികൾക്കും പറ്റും. ആ കുട്ടികളുടെ തെറ്റുകളെ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റാതാകും. ഏത് പ്രായത്തിലുള്ള മക്കളായിക്കോട്ടെ, ഒരു 35 വയസ്സുള്ള ഒരു പയ്യനായിക്കോട്ടെ, 35 വയസ്സുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ, അവര് തെറ്റ് ചെയ്താലും നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് എല്ലാം കള്ളത്തരമാണ്, നമ്മുടെ മക്കൾ മാത്രമാണ് റൈറ്റ്, അയ്യോ അങ്ങനല്ല, എൻ്റെ മകൻ അങ്ങനല്ല, എൻ്റെ മകൾ അങ്ങനെയല്ല. പക്ഷേ നിങ്ങളൊന്ന് ചെവി കൂർപ്പിച്ചു നോക്കൂ, അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോയെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ വിടുക. ഒരു നല്ല അമ്മ എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹിച്ച് കയ്യിൽ പൊത്തിപ്പിടിക്കുന്ന ഒരാളല്ല. കറക്ഷൻ കൊടുക്കേണ്ട സമയത്ത് കറക്ഷൻ കൊടുക്കുന്ന, ഒരു ഡെവലപ്മെൻറ്റിന് കുട്ടികളെ വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളുടെ മക്കളെ വെയിലത്തും മഴയത്തും ഒക്കെ ഇറക്കി വിടുക. അവർ ആ ഒരു പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി ജീവിക്കട്ടെ. അല്ലാതെ ഒരു വീടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിട്ട മുറികൾക്കുള്ളിൽ നിങ്ങൾ പറയുന്ന സ്ട്രിക്റ്റ് ടൈം ടേബിളിനുള്ളിൽ ജീവിക്കാൻ അവരെ സമ്മതിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്കത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കും. അപ്പം അയ്യോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ, മന്ദബുദ്ധി ആയിപ്പോയല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മന്ദബുദ്ധികളെ നിങ്ങളാണ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് എന്ന സത്യം നിങ്ങളപ്പം മറന്നു പോകും. സോ ഹാപ്പി മദേഴ്സ് ഡേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.